ഹായ്, നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കുഞ്ഞുങ്ങൾക്കൊക്കെ വളരെ ഇഷ്ടമാവുന്ന, കറികളൊന്നും വേണ്ടാതെ തന്നെ കഴിക്കാൻ പറ്റുന്ന, വളരെ പെട്ടെന്ന് തന്നെ ഒരു 10-20 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റാവുന്ന ഒരു റൈസാണ്. ഒരു പാത്രം വെച്ച് ചൂടായ ശേഷം അതിലേക്ക് നമ്മൾ അല്പം നെയ്യ് ഒഴിക്കുക. നെയ്യ് ചൂടാകുമ്പോഴേക്കും അതിലേക്ക് ഒരു കക്കോലം, ഒരു 3-4 ഗ്രാമ്പു, 2 ഏലയ്ക്ക, 2-3 കറുവപ്പട്ട ഇത്രയും നമ്മളിട്ട് അതൊന്ന് പൊട്ടിച്ചെടുക്കുക. ഇനി അതിലേക്ക് 2-3 സവാള വളരെ സ്ലൈസായിട്ട് അരിഞ്ഞത് ചേർത്തൊന്ന് കൊടുക്കുക. അത് നന്നായിട്ട് വഴറ്റുക. സവാള നന്നായിട്ട് വഴണ്ട് വരുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മൾ പച്ചമുളകും തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കണം. പച്ചമുളക് നിങ്ങൾക്ക് എനിക്ക് ആവശ്യത്തിനുള്ളതിടാം. തക്കാളി ഞാനിവിടെ വലിയൊരു തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. പച്ചക്കറികളൊക്കെ കഴിക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ നമുക്കിതിൽ ഒരുപാട് വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ഒരു ക്യാരറ്റ് ഇടുന്നുണ്ട്. മക്കൾ ക്യാരറ്റ് നന്നായിട്ട് കഴിക്കും, പക്ഷേ എന്നാലും ഞാൻ ക്യാരറ്റ് ചേർക്കുന്നുണ്ട് അവർക്ക് ഇഷ്ടം തോന്നാൻ വേണ്ടിയിട്ട്. ഇതിൽ നമുക്ക് ഗ്രീൻ പീസോ ബീൻസോ അങ്ങനത്തെ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് ആവശ്യമായ ഉപ്പ്. ചോറ് ഞാൻ ഉപ്പിട്ടാണ് വേവിച്ചിരിക്കുന്നത്, അതുകൊണ്ട് ഈ പച്ചക്കറിക്ക് ആവശ്യമായ ഉപ്പ് മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇനി ഒരല്പം ഗരം മസാലയും കൂടെ തൂക്കി കൊടുക്കാം, ജസ്റ്റ് ഒരു ഫ്ലേവറിന് വേണ്ടി മാത്രം. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 2 മുട്ട കൂടെ പൊട്ടിച്ചൊഴിക്കുകയാണ്. ആ മുട്ടയൊന്നും നമ്മൾ ചിക്കി റെഡിയാക്കി, തോരൻ വയ്ക്കുമ്പോൾ ഒന്ന് ചിക്കി റെഡിയാക്കി സെറ്റാക്കി കൊടുക്കണം. ഇനി നമ്മൾ നേരത്തെ ഉപ്പിട്ട് വേവിച്ചിരിക്കുന്ന ചോറ് കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. ഈ നമ്മളുണ്ടാക്കിയ മസാലയുടെ ആ കണ്ടൻറ്റ് ചോറിൻ്റെ എല്ലാ ഭാഗത്തും എത്തത്തക്ക രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഒരു 10 മിനിറ്റ് നമുക്ക് ചെറു തീയിൽ ഇത് അടച്ച് വെച്ചൊന്ന് വേവിക്കണം. ഏറ്റവും ലോ ഫ്ലെയിമിലായിരിക്കണം. തീ കൂട്ടി കഴിഞ്ഞാൽ അത് കരിഞ്ഞു പോകും. നിങ്ങളതിൽ മല്ലിയില ഉണ്ടെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് അരിഞ്ഞ് അതോടെ ചെറുന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. എൻ്റെ കയ്യിൽ മല്ലിയില ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ ഇട്ടതുമില്ല. പക്ഷേ ഇട്ടില്ലാന്ന് വെച്ചിട്ടും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചോറാണ്. മക്കൾക്കിത് സോസ് ഒഴിച്ച് കഴിക്കാനാണ് വളരെ ഇഷ്ടം. അതുകൊണ്ട് ഞാൻ ടൊമാറ്റോ സോസും കൂടെ ചേർത്താണ് അവർക്ക് കൊടുക്കാറുള്ളത്. അതിൻ്റെയൊക്കെ മുഖത്ത് ആ ചിരി കണ്ട സോസ് കിട്ടിയതിൻ്റെ സന്തോഷമാണ് കേട്ടോ. ചോറിനോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല.